ഹായ്, എല്ലാവർക്കും സുഖല്ലേ? കുഞ്ഞിക്കിളികൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തമിഴ്നാടൻ സ്റ്റൈലിൽ ഒരു മീനൂർഗ, അതായത് ഫിഷ് പിക്കിൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ നെയ്യുള്ള മീൻ എടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു പാത്രം എടുത്തിട്ട് ചീഞ്ചട്ടി എടുത്തിട്ട് എണ്ണ കേട്ടോ, എണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടു. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇത്തിരി കായം ഇട്ടു. അതും ഒന്ന് ചൂടായി അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെക്കുകയാണ് കേട്ടോ, ചൂടാവണം എന്നല്ല. പിന്നെ ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ആ എണ്ണയിലേക്കാണ് നമ്മളിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചില്ലേ, ആ മീൻ അതിലേക്ക് ഇടുക. ആ മീൻ എടുത്തിട്ട് ഒരുപാട് വറുത്ത് കരിഞ്ഞു പോകണ്ട കേട്ടോ, മീഡിയം അളവിൽ. അതായത് ഒരുപാട് വേവാണ്ടിരിക്കുകയും ചെയ്യരുത്. ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ട് നമ്മളത് മാറ്റി വെക്കുകയാണ്. എല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. പിന്നൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുകയാണ്. എല്ലാം നമ്മൾ എണ്ണയിലാട്ടോ ചെയ്യുന്നത്, വേറെ വെളിച്ചെണ്ണ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. എണ്ണയിൽ തന്നെ എണ്ണയിലേക്ക് കടുക് ഇട്ടു. ആ കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി ഉണ്ട്. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചിയാട്ടോ. ഇഞ്ചി ഒന്ന് മൂത്ത ആ മണമൊക്കെ മാറി വരുമ്പോഴേക്കും നമ്മൾ പിന്നെ വെളുത്തുള്ളി ഇടുന്നുണ്ട്. അതും കുഞ്ഞിതായിട്ട് അരിഞ്ഞതാട്ടോ, കുഞ്ഞിതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് വേപ്പില ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി കുറച്ചായിട്ടിട്ടുള്ളൂ, ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. പിന്നെ മുളക് പൊടി. എനിക്ക് നെയ്മീൻ അങ്ങനെ കറി വെച്ചിട്ട് അത്ര ഇഷ്ടമില്ല കേട്ടോ എനിക്ക്, പക്ഷേ ഇതുപോലെ ചെയ്തപ്പോൾ നല്ല ഇഷ്ടമായി. ചോറൊക്കെ തിന്നാൻ വേണ്ടി നല്ല രസമുണ്ട്. മുളക് പൊടി ഇട്ടു. മുളക് പൊടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത്തിരി എരിവ് വേണമല്ലോ അച്ചാറിനായത് കാരണം. കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്, എന്നാലല്ലേ നല്ല കളർ ഉണ്ടാവുള്ളൂ. അതും കൂടി കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് നല്ലപോലെ ആ മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ, പച്ചപ്പ് മാറി വരുമ്പോൾ, മാറി വരുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉലുവയും അതുപോലെ തന്നെ കായം കൂടി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇടുക കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മണവും കൂടി മാറിക്കഴിയുമ്പോൾ, അതിൻ്റെ പച്ചമണവും കൂടി മാറിക്കഴിയുമ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ അതിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. മീനിലേക്ക് മുളകും എല്ലാം കൂടി ഒന്ന് പിടിച്ച് വരുന്നവരെ. അന്ന് കഴിഞ്ഞിട്ട് ഇത്തിരി ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചൂടുവെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട് കുറച്ച്. നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. നല്ലപോലെ ചൂടാക്കിയ വെള്ളമാണ്, നേരിട്ട് പച്ചവെള്ളം ഒഴിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഒരു ചാറ് പോലെ വേണ്ടേ. അപ്പോൾ നമ്മൾ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ചു. അതും കുറച്ചൊഴിച്ചു. എന്നിട്ട് നമ്മൾ അതും നല്ലപോലെ ഇളക്കി കൂട്ടി. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്, തമിഴ്നാട്ട് സ്റ്റൈലാണ്. ഞാൻ മേമയുടെ വീട്ടിൽ പോയപ്പോഴാണ്. പിന്നെ സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജലദോഷം പനിയുള്ളപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. 2-3 ദിവസമായി ചെയ്തിട്ട്. അപ്പോൾ ഈ വെള്ളവും ഒരുവിധം വറ്റി വന്നപ്പോൾ നമ്മളത് വാങ്ങിയെടുത്തു കേട്ടോ. എന്നിട്ട് ഈ കളറും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. എന്നിട്ട് ഞാൻ വേറെ ഒന്നും കൂട്ടാണ്ട് ചോറ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ അച്ചാർ കൂട്ടിയിട്ടാണ് തിന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് എല്ലാവരും കൂടി ഒന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ കണ്ട് ഒന്ന് കൂട്ടാക്കൂട്ടോ. അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ പറയൂ. ഇഷ്ടപ്പെട്ട കമൻ്റായിട്ട് ഒന്ന് കമൻറ്റുകൾ അറിയിക്കൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, തമിഴ്നാടൻ സ്റ്റൈല് ഊർഗ. അപ്പോൾ ഊർഗ എന്ന് തന്നെ അങ്ങനെയാണെന്ന് തോന്നുന്നു പറയണത് കറക്റ്റായിട്ട്, എനിക്കറിയില്ല. കുറച്ചറിവുകൊണ്ടാണ്. നമ്മൾ മലയാളികൾ മലയാളം തന്നെയല്ലേ പറയുക. അവിടെ പോയിട്ട് ഞാനിങ്ങനെ ചെറിയ വാക്കുകളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ.